മിസ്റ്റർ അബ്ദുസ്സലാം, താങ്കൾ ഒരു യാത്രയാണ് ചെയ്തിരുന്നത് മതങ്ങളിലൂടെ. ആദ്യം ഹൈന്ദവ മതത്തിലായിരുന്നു നിങ്ങളുടെ ആചാരങ്ങളും ആരാധന കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾ ക്രൈസ്തവ മതത്തിലേക്ക് പോയി. അവിടെ നിന്നും നിങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഇപ്പോൾ ഇസ്ലാം മതത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയുവാൻ? ഞാൻ മതം മാറി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല. കാരണം മതം ഒരിക്കലും മാറാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ പൂർവികർ, എൻ്റെ മാതാപിതാക്കൾ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു. കുറെ എനിക്ക് ബുദ്ധി ഉറച്ചപ്പോൾ, ചുരുക്കം പറയുമ്പോൾ ബുദ്ധി ഉറച്ചപ്പോൾ ഞാൻ വിഗ്രഹാരാധന ഉപയോഗിച്ചു. എൻ്റെ സൃഷ്ടാവിനെ അറിയണമെന്ന് ആഗ്രഹിച്ചു. സൃഷ്ടാവിനെ അറിഞ്ഞ് സൃഷ്ടാവിനെ ആരാധിക്കാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. അതിൽ വേറെ മതം മാറിയെന്ന് മറ്റു വാക്കുകളൊന്നും ഉപയോഗിക്കുന്ന. ക്രൈസ്തവ മതത്തിൽ ഏകദേശം 3-4 വർഷത്തിന് അടുത്തുള്ള പരിചയമുള്ളൂ. പക്ഷെ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് എൻ്റെ അതിനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു. പിതാവ് പുനർവിവാഹം ചെയ്തു. ഞങ്ങൾ 2 പിള്ളേരായിരുന്നു. ഭൗതിക സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതുകൊണ്ട് ചെറുവയസ്സിലെ നാട് വിടേണ്ടി വന്നു. ഒരു 10-12 വയസ്സിൽ തന്നെ നാട് വിട്ടു. അപ്പോൾ അങ്ങനെ പല ജോലികളെടുത്ത് പല ഭാഗത്ത് താമസിച്ചു. അപ്പോൾ ഡോക്ടർ സാറ് പറഞ്ഞ പോലെ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴെനിക്ക് എന്തായി, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതായത് ഞാൻ കാണുന്ന പ്രതികൂല സാഹചര്യങ്ങളും ജനങ്ങൾ 2 തട്ടിലാകുന്നു. മതം, പിന്നെ ജാതി, ആയുത്തം, അനാചാരങ്ങൾ, പിന്നെ തൊട്ടുണ്ടായ്മ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? ഇതെന്തിനാണിത്? എവിടുന്ന് വന്നു? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്താണെന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസ. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ള ചിന്തകളൊക്കെ, ഈശ്വരൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ള ചിന്തകളെ എനിക്ക് അറിയാവുന്ന മത കൺസെപ്റ്റായ വിഗ്രഹാരാധന ഞാൻ വളരെ ശക്തിപൂർവ്വം ആരംഭിച്ചു. അതായത് അതുവരെ എപ്പോഴെങ്കിലൊക്കെ സൗകര്യത്തിന് ക്ഷേത്രങ്ങളിൽ പോയാൽ ഞാൻ നിരന്തരം ക്ഷേത്ര സന്ദർശനം ആരംഭിച്ചു. വലിയൊരു ഭക്തനായി. വലിയൊരു ഭക്തൻ. അതായത് എനിക്ക് എന്തെങ്കിലും എനിക്ക് തന്നെ ജീവിതത്തിൽ യാതൊരു സംതൃപ്തി ഇല്ലായിരുന്നു. അപ്പോൾ സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെ അന്വേഷണങ്ങൾ, ചിന്തകൾക്കൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ ഈ ആരംഭിച്ച് കുറേ മുന്നോട്ട് പോയപ്പോഴെന്ത് സംഭവിച്ചു? ദൈവങ്ങളില്ല എന്നുള്ളൊരു നിരൂപണത്തിലേക്ക് എത്താൻ കഴിയും. ദൈവങ്ങൾ ഇല്ല. അത് ദൈവങ്ങളില്ല വെച്ചാൽ ദൈവം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അപ്പോൾ ഉറപ്പല്ല. അപ്പൊ ഇതെല്ലാം സാങ്കല്പികം അല്ലെങ്കിൽ ഒരുതരം മനുഷ്യരെ വരുമാനത്തിന് ഇൻകം മാർഗമാണെന്നാണ് എനിക്ക് അപ്പം എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായി. സത്യാന്വേഷണം ഓരോ ഘട്ടങ്ങളിൽ ഒരു ടേണിംഗ് പോയിന്റ് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാം നിരൂപിക്കാൻ കാരണം ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തി എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച ആ ക്ഷേത്രത്തിലെ പൂജാരിയുടെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലെന്ന് ഞാൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ആൾക്കൊണ്ട് ഇത്ര പണം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിനേക്കാൾ ശക്തി ആ ദൈവത്തിനാണ്. അപ്പൊ അയാളെ സേവിക്കേണ്ടേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ അതാണോ യഥാർത്ഥ ദൈവം? അപ്പൊ ആ അന്വേഷണമാണ് ദൈവം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത്. അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇത്തരത്തിലുള്ള ഭൗതികപരമായ എന്തെങ്കിലും റീസൺ ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഷെൽട്ടർ തന്നതുകൊണ്ടാണോ? ഈ പഠനം എന്നെ കൂടുതൽ ആത്മീയയിലേക്കും സാറ് പറഞ്ഞ പോലെ ലാസ്റ്റ് ബൈബിളിൽ തുടർന്ന് അനുബന്ധമായ പുസ്തകങ്ങളുണ്ട്. സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സന്യാസിയുടെ ചരിത്രം ഉണ്ട്. ക്രൈസ്തവ ലോകത്ത് നല്ല പ്രചാരത്തിലുള്ളതാണ്, ഒരുപക്ഷെ അറിയായിരിക്കാം. അപ്പോൾ സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം നിരന്തരം ഞാൻ വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മീയാനുഭവങ്ങളും അയാളെ ചവിട്ടടി പാതകളും ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളും നേപ്പാളിലും ടിബറ്റിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ അദ്ദേഹം ചവിട്ടി നടന്നുപോയ പാതങ്ങളൊക്കെ എന്നെ സ്പർശിക്കുകയും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ ഭൗതിക ആസക്തി എനിക്ക്, അതായത് കേരളത്തിലെ ഞാൻ കണ്ട എന്നെ സമീപിച്ച അല്ലെങ്കിൽ ഞാൻ തൊട്ടുന്ന ആളുകൾക്കെല്ലാം ഭൗതിക ആസക്തി കൂടുതലാണെന്നും ഒക്കെ മനസ്സിലാക്കുകയും എനിക്ക് അതിൽ യാതൊരു സംതൃപ്തിയും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഇവിടെ ആസക്തി പിന്നെ അംഗീകരിക്കാൻ കഴിയാതെ വരും. കണ്ണടച്ച് ഫോട്ടോ എടുത്ത് പിരിവ് നടത്തുക, ഇതിനൊന്നും എനിക്ക് യോജിപ്പില്ലാതെ വന്നു. അപ്പോൾ ഞാൻ ഒരു ചെറുതായ സന്യാസം തന്നെ സ്വീകരിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഹിമാലയത്തിലേക്ക് പോവാണ്. ഹിമാചൽ പ്രദേശിൽ കുളു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പെട്ടത്. അവിടെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ഒരു ക്രൈസ്തവ സഹോദരൻ ഒരു മഠം സ്ഥാപിച്ച് അവിടെ താമസമുണ്ട് കുളുവിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിക്കുമ്പോഴാണ് പിന്നെ കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും അപ്പോഴാണ് എനിക്ക് ട്രിനിറ്റിയിൽ സംശയം വരുന്നത്. സംശയം കുറച്ച് ദൃഢമായി. അപ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കുമ്പോഴാണ് ഒഴിവ് സമയങ്ങളിൽ ഹിമാലയത്തിൽ ഒഴിഞ്ഞ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് പ്രാർത്ഥിക്കും.
ധ്യാനിക്കും. ഈ സന്ദർഭങ്ങളിൽ ഒരു വചനമാണ് എന്നെ ക്രിയേറ്റ് ചെയ്ത ഹൃദയത്തിൽ. ഏതായിരുന്നു? നിന്റെ ദൈവമായ യഹോവ ഒഴികെ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ യാതൊരു വസ്തുവിനും നീ ആരാധിക്കുകയോ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തലമുറകളൊക്കെ അകൃത്യമുണ്ടാവും. അല്ല, അനുസരിച്ച് ആരാധിക്കുകയാണെങ്കിൽ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള